ഡോക്ടർ ജിൻഡോ ജോൺ, ഇതിലിപ്പോൾ നുസൂറിന്റെ കാര്യം ഡോക്ടർ പി കെ ഗോപൻ സൂചിപ്പിച്ചു. സീറ്റ് കിട്ടാത്തതിലെ എന്നുള്ള അതൃപ്തി എന്നൊക്കെ നമുക്ക് വേണമെങ്കിലും പറയാനും ഗുരുതരമായ ആരോപണം അവിടെ ഉന്നയിക്കുന്നുണ്ട്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഈ നിമിഷം വരെ കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ പുറത്താക്കിയിട്ടില്ല. ഇനി എന്തിനാണ് ഈ കാലതാമസം? എന്തൊരു ഗുരുതരമായ ആരോപണമാണ് വാമനപുരത്തെ സ്ഥാനാർത്ഥിക്കെതിരെ ഉന്നയിച്ചിട്ടുള്ളത്? ആര്യ, അതിലൊരു കാര്യമുള്ളത്, നുസൂറിനെ പുറത്താക്കിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് വ്യക്തമായ അറിവില്ല. നിങ്ങൾ പറയുന്ന ഒരു കാര്യം മാത്രമാണ്, ഞാനും അത് ശ്രദ്ധിച്ചിട്ടില്ല. അതിനപ്പുറത്ത് അദ്ദേഹത്തെ പുറത്താക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. അതിൻ്റെ സാങ്കേതികത്വം എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് ഇപ്പോൾ പറയാനായിട്ട് അറിയില്ലാത്തത് കൊണ്ടാണ്. ഇനി നുസൂർ പറഞ്ഞതിൽ ഒരു അപകടമുണ്ട്. നുസൂറിന് ഇത്തരം വിവരങ്ങളൊക്കെ നേരത്തെ അറിയാമെങ്കിൽ, ഉത്തരവാദിത്തപ്പെട്ട ഒരു കോൺഗ്രസ്സുകാരനാണെങ്കിൽ നേരത്തെ വിളിച്ചു പറയണം. സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞ് സീറ്റ് കിട്ടാതിരിക്കുമ്പോൾ അതിൻ്റെ കൊതിക്കറവ് പറയുന്ന കൂട്ടത്തിലല്ല ഈ സംഘപരിവാർ വിരുദ്ധ പോരാട്ടത്തിൻ്റെ ബോധ്യമൊക്കെ പറയേണ്ടത്. അതവിടെ നിൽക്കുകയാണ്. ബാക്കി ഞാൻ പഴയ കാര്യമൊന്നും പറയുന്നില്ല. അപ്പോൾ ഒന്നിച്ച് നിൽക്കുമ്പോഴുള്ള പല കാര്യങ്ങളും വിളിച്ചു പറയുന്നത് അല്പത്തരമാണ് എന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ നുസൂറിന് സംഘപരിവാറിനോട് ചായുന്ന കോൺഗ്രസിലാണ് നുസൂർ ഇന്നലെ വരെ നിന്നതെങ്കിൽ നുസൂറിന് തന്നെ വ്യക്തിത്വം ഇല്ലാതാക്കപ്പെട്ടു എന്നുള്ളത് നുസൂർ മനസ്സിലാക്കുന്നില്ല. എനിക്ക് അതിനപ്പുറത്ത് പറയാനുള്ള സമയമില്ല ആ കാര്യത്തിൽ. എനിക്ക് BJP-യുടെ പ്രതിനിധിയോട് പറയാനുള്ളത്, ഞങ്ങൾ നേമത്ത് കൃത്യമായിട്ട് പറയുന്നു, BJP-യുടെ പ്രതിനിധി മനുപ്രസാദിനോട് പറയുന്നു, നേമത്ത് സംഘപരിവാറിന്റെ ഒരാൾ പോലും ജയിക്കണ്ട എന്നുള്ളത് കോൺഗ്രസിന്റെ UDF-ന്റെ രാഷ്ട്രീയ തീരുമാനമായിരുന്നു. അതുകൊണ്ടാണ് O രാജഗോപാൽ അവിടെ തോറ്റത്. ശിവൻകുട്ടി ജയിച്ചത് അവരുടെ മാത്രം മേന്മ കൊണ്ടല്ല എന്ന് അവർക്ക് ബോധ്യമില്ലെങ്കിലും ഞങ്ങൾ നല്ല പോരാട്ടം കാഴ്ചവെച്ചതിന്റെ ഭാഗമാണെന്ന് രാഷ്ട്രീയ കേരളത്തിന് മനസ്സിലായിട്ടുണ്ട്. ഇനി അവിടെ നിർത്തുക. ഇനി ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞു. ഞങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെന്ന് പറഞ്ഞാൽ അത് ഈ രാജ്യമെമ്പാടും നരേന്ദ്രമോദി സർക്കാരിനെ അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് നയിക്കാൻ കൊണ്ടുവന്ന ഒരു രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമായിട്ടുണ്ടായ ഒരു ധാരണയുടെ പേര് മാത്രമാണ് ഇന്ത്യ മുന്നണി. കേരളത്തിൽ ഇന്ത്യ മുന്നണിയിൽ CPM-ഉം കോൺഗ്രസും ഒന്നിച്ചല്ല നിൽക്കുന്നത്. CPM-ഉം കോൺഗ്രസും സെപ്പറേറ്റ് ആണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. അപ്പൊ എല്ലാത്തിനും ഇന്ത്യ മുന്നണിയിൽ കെട്ടണ്ട. ഇനി നിങ്ങളുടെ തൃപ്പൂണിത്തറയിലെയും കൊടുങ്ങല്ലൂരിലെ സ്ഥാനാർത്ഥിയുടെ പേരെന്താന്ന് ചോദിക്കുമ്പോൾ അത് പറയാൻ കിട്ടുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പമാണ്. സ്വന്തം സ്ഥാനാർത്ഥിയുടെ പേര് പറയാതെ അത് ഞങ്ങൾ പറയില്ല എന്ന് മസിൽ പിടിക്കുന്നത് അത്ര നല്ല കാര്യമാണെന്ന് വിചാരിക്കുന്നില്ല. പക്ഷേ BJP-യുടെ A ക്ലാസ് മണ്ഡലങ്ങളെന്ന് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്ത് നടന്ന മണ്ഡലങ്ങളിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥികളായിട്ട് നിർത്താൻ ആളില്ലാത്തത് കൊണ്ടല്ലോ നിങ്ങൾ ചക്കയും ചുമന്ന് നടക്കുന്നത്. അത് കൃത്യമായിട്ട് CPM-ന് വേണ്ടിയിട്ട് വോട്ട് മറിക്കാൻ മുതലാളിക്ക് സീറ്റ് വിറ്റതാണെന്നുള്ളത് ഞങ്ങളുടെ രാഷ്ട്രീയ ആരോപണമാണ്. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ജനങ്ങൾ വിലയിരുത്തട്ടെ. ഇനി എനിക്ക് CPM പ്രതിനിധിയോട് പറയാനുള്ളത്, ഇന്ത്യ മുന്നണിയോട് സ്നേഹമില്ലാത്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്ത്യ മുന്നണിയോട് സ്നേഹമില്ലാത്ത പാർട്ടിയെ കോൺഗ്രസ് മത്സരിച്ചിരുന്ന സിറ്റിംഗ് സീറ്റുകൾ പോലും മറ്റ് ഘടകകക്ഷികൾക്ക് വിട്ടുകൊടുത്താണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. രാഹുൽ ഗാന്ധിയുടെ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് നരേന്ദ്രമോദി സർക്കാരിന് താഴേക്ക് വരേണ്ടി വന്നത് എന്നുള്ളത് കേരളം മാത്രമല്ല ഇന്ത്യ സാക്ഷ്യപ്പെടുത്തിയ കാര്യമാണ്. ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്നും പറഞ്ഞ് കേരളത്തിൽ മുഴുവൻ നടന്ന് നടത്തിയ പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കുടുംബത്തെ കൂട്ടി വിദേശയാത്ര നടത്തിയത് കൊണ്ടല്ല ഇവിടെ നരേന്ദ്രമോദി സർക്കാരിന്റെ ഭൂരിപക്ഷം കുറഞ്ഞത്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തിയ പോരാട്ടത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് രാജസ്ഥാനിലെ സിക്കർ മണ്ഡലത്തിൽ ഞങ്ങൾ 4.25 ലക്ഷം വോട്ട് പിടിച്ച് 2ാം സ്ഥാനത്തെത്തിയ മണ്ഡലം നിങ്ങളുടെ അമ്രാറാമിന് കൊടുത്ത് 6 ലക്ഷം വോട്ടിന് നിങ്ങളെ ജയിപ്പിച്ചത്. നിങ്ങൾക്ക് അതിനു മുമ്പ് അവിടെ 60,000-70,000 വോട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞങ്ങൾ സ്നേഹമില്ലാത്ത പാർട്ടിയാണ് ഇന്ത്യ മുന്നണിയുടെ എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയം അറിയുന്ന മനുഷ്യരോട് പറയുന്ന കള്ളമാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഇനി അടുത്തത്, ഈ രാഹുൽ ഗാന്ധി പാർലമെന്റിനകത്ത് നരേന്ദ്രമോദിക്കെതിരെ പോരാടിയതിന്റെ ഭാഗമായിട്ട് 30-ലധികം കേസുകൾ RSS-ഉം സംഘപരിവാറും രാഹുൽ ഗാന്ധിക്കെതിരെ എടുത്തിട്ടുണ്ട്. നിരവധി രാഷ്ട്രീയ വേട്ടയാടലുകൾ ഇന്നും സഹിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി. പിണറായി വിജയനും കുടുംബത്തിനും എതിരായിട്ടുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണങ്ങൾ എവിടം വരെ എത്തി? ലൈഫ് മിഷനിലെ, സ്വർണ്ണക്കടത്തിലെ, മാസപ്പടിയിലെ, ലാവ്ലിംഗ് കേസിലെ അടക്കമുള്ള ഈ കേന്ദ്ര സർക്കാരിന്റെ കരുവന്നൂരിലെ, ഇപ്പോൾ ഞങ്ങൾ കുന്നംകുളത്ത് നിങ്ങളുടെ മൊയ്തീനെ തോപ്പിക്കാൻ വേണ്ടി ഞങ്ങളുടെ PT അജയ് മോഹൻ മത്സരിക്കുന്നുണ്ട്. അവിടുത്തെ കരുവന്നൂർ കള്ള സഖാക്കന്മാരുടെ വിഷയത്തിലടക്കം കേന്ദ്ര സർക്കാരിന്റെ നടപടി എന്താണെന്ന് നമുക്കറിയാം. അപ്പൊ അതിൽ പിണറായി വിജയൻ അനുകൂലമായിട്ടുള്ള നടപടിയാണ് കേന്ദ്ര സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ, BJP എടുക്കുന്നത്. അവിടെയാണ് രാഹുൽ ഗാന്ധി 30-ലധികം കേസുമായിട്ട് കോടതികൾ കയറി പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞങ്ങളുടെ മുഖ്യമന്ത്രി AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി പോയി എന്ന് നിങ്ങൾ പറഞ്ഞു. ഇതേ അനിൽ ആന്റണി മത്സരിച്ച പത്തനംതിട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഞങ്ങളുടെ ആന്റോ ആന്റണി MP ജയിച്ചു. കോൺഗ്രസ്സുകാരനായിട്ടുള്ള MP ജയിച്ചു. ആന്റോ ആന്റണി ജയിക്കണമെന്ന് AK ആന്റണി പറയുക കൂടി ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് 1 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ജയിച്ചിരിക്കുന്നു. PM ശ്രീയും ലേബർ കോഡും നരേന്ദ്രമോദി സർക്കാരിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങളാണ് കുത്തിത്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഒളിച്ചുപോയി ഒപ്പിട്ട് കൊടുത്ത സർക്കാരിന്റെ പേരാ പിണറായി വിജയൻ സർക്കാർ. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ മുസ്ലിം നാമധാരികളെ കണ്ടാൽ കോൺഗ്രസിന് എന്തോ തോന്നുന്നു? കോൺഗ്രസിന് ഒന്നും തോന്നില്ല. അതാ കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയ മനോഗതിയുടെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഇതുപോലെ ഒരു ചാനൽ ചർച്ചയിൽ NP ചേക്കുട്ടിയെ വർഗീയവാദി എന്ന് പേര് നോക്കി വിളിച്ചത്. അത് ഗോപൻ തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇതുവരെ താങ്കൾ അത് തിരുത്തി
ചെയ്തതൊന്നും എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അപ്പൊ പേര് നോക്കി ആളുകളെ വർഗീയവാദി എന്ന് ചിത്രീകരിക്കുകയും അതുപോലെ പല സ്ഥലങ്ങളിൽ ജയിക്കുന്ന മനുഷ്യരുടെ പേര് നോക്കിയാൽ അറിയാം അവിടുത്തെ രാഷ്ട്രീയം എന്ന് പറഞ്ഞ സജി ചെറിയാന്റെ ഒക്കെ രാഷ്ട്രീയ നിലപാട്. മാധ്യമത്തിന്റെ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകനായതുകൊണ്ടാണ് വിളിച്ചത്. അല്ലല്ല, അത് തിരുത്തിയാട്ടെ, അങ്ങ് തിരുത്തിയാട്ടെ. പേര് ജാതി പേര് നോക്കിയല്ല വിളിച്ചത്. കുട്ടി ജമാഅത്തെ ഇസ്ലാമിയുടെ വക്താവായതുകൊണ്ടാണ് വിളിച്ചത്. ഇനി പറഞ്ഞല്ല, സാർ പറഞ്ഞു, അങ്ങ് പറഞ്ഞാട്ടെ. ഞാൻ ഇതൊരു വാചകം തിരിച്ചെന്നുള്ളത് ഇസ്ലാമിക തീവ്രവാദത്തിന്റെ വക്താവായിട്ട് പ്രവർത്തിച്ചതുകൊണ്ടാണ് പറഞ്ഞത്. അല്ല, ഞാൻ പറയട്ടെ അല്ല പറയട്ടെ മാഷെ, പറയട്ടെ. ഞാൻ ചോദിച്ചു, പാലക്കാട് നിങ്ങളുടെ പാർട്ടിക്ക് എന്താ ചിഹ്നമില്ലാത്തതെന്ന് ചോദിച്ചു. കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് വിട്ട് BJP പോൽ CPM എത്തിയ സരിന് പോലും പാർട്ടി ചിഹ്നം കൊടുത്ത് നിങ്ങൾ പോരാടിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പായിട്ട് വോട്ടിംഗ് പെർസെന്റേജ് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലത്തിൽ ചിഹ്നമില്ലാതെ നിങ്ങൾ മത്സരിക്കുന്നത് പണ്ട് AK ബാലൻ പറഞ്ഞതുപോലെ മരപ്പട്ടിയുടെയും അതുപോലെ ഈനാമ്പച്ചിയുടെയും ചിഹ്നത്തിൽ ഭാവിയിൽ മത്സരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷണമായിട്ടാണോ കാണേണ്ടത്? അങ്ങനെയല്ല. ഒരു പൊളിറ്റിക്കൽ മത്സരം നടക്കുന്ന മണ്ഡലത്തിൽ കൃത്യമായിട്ട് പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിക്കാൻ സ്ഥാനാർത്ഥി ഇല്ലാത്തത് 10 കൊല്ലം ഭരിച്ച കട്ടുമുടിച്ച സർക്കാരിന്റെ ഭരണപരാജയം പേടികൊണ്ടാണ്. അതുകൊണ്ട് BJPക്ക് അവിടെ വോട്ട് മറിച്ചു കൊടുത്ത് മറ്റു മണ്ഡലങ്ങളിൽ BJPയുടെ വോട്ട് കിട്ടാനുള്ള തത്രപ്പാടാണെന്ന് വിലയിരുത്തേണ്ടി വരും. ജിൻഡോ കുറെ കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങളുടെ നേതാവായ അജയ് തറയിൽ സണ്ണി M കപ്പിക്കാടിനെതിരെ എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് ജിൻഡോ വായിച്ചിരുന്നോ? ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് 2-3 കാര്യത്തിനും കൂടി മറുപടി പറയാനുണ്ട്. ഒന്ന്, ഈ ചിഹ്നം മാറുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ തൃശ്ശൂർ വോട്ട് മറിഞ്ഞു, കോൺഗ്രസിന്റെ 60,000 വോട്ട് പോയി, BJPക്ക് പോയി, അത് മറിച്ചു കൊടുത്തുകൊണ്ട് സുരേഷ് ഗോപി ജയിച്ചു എന്ന് ഞാൻ ഗോപനെ വെല്ലുവിളിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രന്റെ വോട്ട് 3,41,000 വർദ്ധിച്ചു. അതിനു മുമ്പ് BJP കിട്ടിയത് 1,87,000 വോട്ടായിരുന്നു ആലപ്പുഴ പാർലമെന്റിൽ. അവിടെ ആരിഫിന് അതിനു മുമ്പ് ഉണ്ടായിരുന്ന തെരഞ്ഞെടുപ്പിൽ എത്രയായിരുന്നു വോട്ട്? 4,40,000. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് 2,99,000, 3 ലക്ഷത്തിൽ താഴെ വന്നു. അത് എങ്ങോട്ട് പോയെന്ന് ഞങ്ങൾക്കറിയണം. ഞങ്ങളുടെ നേതാവ് KC വേണുഗോപാൽ 65,000 വോട്ടിന്റെ ഭൂരിപക്ഷം. അല്ല, ഈ പറയുന്നത് ആലപ്പുഴ മാത്രമാണ്. ജിൻഡോ 1.5 ലക്ഷത്തിലാ ജയിക്കണ്ടേ? അല്ല, ഞാൻ പറയട്ടെ ആര്യം, നിങ്ങൾ രണ്ടുപേരും പറയണ്ടല്ലോ. അദ്ദേഹം പറയുന്നുണ്ടല്ലോ KC വേണുഗോപാലിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് സതീശൻ ചെയ്തൊന്നു, CPMന്റെ വോട്ടേ VD സതീശൻ മറിച്ചൊന്ന്. എന്റെ പൊന്ന് ഗോപൻ ചേട്ടാ, ദേശാഭിമാനി പത്രമല്ലാതെ വേറെയും പത്രങ്ങളൊക്കെ ഒന്ന് വായിച്ചാൽ കുറച്ചുകൂടി നല്ല ഉത്തരം കിട്ടും. ഇനി തിരുവനന്തപുരം കോർപ്പറേഷൻ 10 സീറ്റ് ഉണ്ടായിരുന്ന ഞങ്ങൾ 19 സീറ്റിലേക്ക് വർദ്ധിച്ചു. ഭരണത്തിലിരുന്ന നിങ്ങൾ ഭരണത്തിന് പുറത്തേക്ക് പോയി ആ ഭരണം CPMന് വെച്ചു കൊടുത്തിട്ട് പറയാ കോൺഗ്രസ് ആണ് കുഴപ്പമെന്ന്. നിങ്ങൾ എന്തുകൊണ്ട് അവിടെ കോർപ്പറേഷൻ ഭരണത്തിൽ തോറ്റു എന്നുള്ളതിന് ഉത്തരമുണ്ടോ? ജിൻഡോ വഴങ്ങണം.